നമസ്കാരം. ബീഹാറിലെ രാഷ്ട്രീയ നാടകം ഒടുവിൽ ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജിവെച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണം തന്നെയാണ് വന്നിരിക്കുന്നത്. രാജ്ഭവനിലെത്തി ഗവർണർക്ക് നിതീഷ് കുമാർ രാജിക്കത്ത് കൈമാറിയിട്ടുണ്ട്. മഹാസഖ്യത്തിന്റെ ഭാഗമായി 2 വർഷം മുൻപ് ബീഹാറിൽ അധികാരത്തിലേറ്റ നിതീഷ് കുമാർ ഇനി NDAയുടെ മുഖ്യമന്ത്രിയായിട്ടാവും തുടരാൻ പോകുന്നത്. നിലവിൽ ഇതിന്റെ കാരണമായി പുറത്തു വരുന്നത് INDA എന്ന മുന്നണിക്കുള്ളിൽ നിന്നും അവഗണന നേരിട്ടു താൻ. അത് വളരെയധികം അദ്ദേഹത്തെ അപമാനിതനാക്കി, വേദനിപ്പിച്ചു. ഈ ഒരു കാരണം കൊണ്ടാണ് ഇപ്പോൾ INDAയുമായുള്ള ബന്ധം വിട്ടുകൊണ്ട് തിരികെ NDAയിലേക്ക് നിതീഷ് കുമാർ എത്തുന്നത് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന INDAയുടെ യോഗത്തിൽ നിതീഷ് കുമാറിനെ കൺവീനർ ആക്കണമെന്നുള്ള ഒരു ആവശ്യം അത് സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള നേതാക്കൾ മുന്നോട്ട് വെച്ച സമയത്ത് രാഹുൽ ഗാന്ധി ഇത് നിഷേധിക്കുകയായിരുന്നു. മമതാ ബാനർജി കൂടി അംഗീകരിച്ചെങ്കിൽ മാത്രമേ നിതീഷ് കുമാറിനെ കൺവീനർ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ സാധിക്കൂ എന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാട് നിതീഷ് കുമാർ എന്ന മുതിർന്ന നേതാവിനെ വളരെയധികം അപമാനിച്ചു എന്ന കാരണമാണ് നിലവിൽ JDU നേതാക്കൾ പറയുന്നത്. എന്തായാലും മഹാസഖ്യ സർക്കാർ ബീഹാറിൽ വീണിരിക്കുകയാണ്. NDAയുടെ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ അധികാരത്തിലേർക്കും. സുശീൽ കുമാർ മോദി ആയിരിക്കും ഉപമുഖ്യമന്ത്രി പദത്തിലെത്തുക എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും വരുന്നുണ്ട്. നിലവിൽ BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദ ബീഹാറിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇന്ന് തന്നെ വൈകുന്നേരത്തോടു കൂടി തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ഉണ്ടാകുമെന്നും കരുതുന്നു. നാളെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്ര ബീഹാറിലേക്ക് കടക്കാനിരിക്കെയാണ് നിതീഷ് കുമാറിന്റെ ഭാഗത്ത് നിന്നും അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി ആ മുന്നണിക്ക് ലഭിച്ചിരിക്കുന്നത്. 243 അംഗ ബീഹാർ നിയമസഭയിൽ RJDക്ക് 79, BJPക്ക് 78, JDUവിന് 45, കോൺഗ്രസിന് 19, CPI-MLന് 12, CPIക്കും CPMനും 2 വീതവുമാണ് സീറ്റുകൾ ഉള്ളത്. കൂടാതെ അവാമി മോർച്ച 4 സീറ്റുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ NDA എന്നുള്ള മുന്നണി അത് ശക്തിപ്പെട്ട് തന്നെയാണ് ബീഹാർ നിലവിൽ നിൽക്കുന്നത്. പക്ഷേ JDU കൂടി മുന്നണിയുടെ ഭാഗമാകുമ്പോൾ തീർച്ചയായും അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ അപ്രതീക്ഷിതമായി ബീഹാറിൽ ഒരു വലിയ ക്ലൈമാക്സ് നിതീഷ് കുമാറിന്റെ ഭാഗത്തു നിന്നും വീണ്ടും ഉണ്ടായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.